ജീവിതത്തിൽ ഒരുപാട് ഭാരപ്പെട്ട് നിരാശയിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളോട് ഇന്ന് കർത്താവിന്റെ സന്ദേശം നിങ്ങൾക്കായി കടന്നു വരികയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില നന്മകളെ ഒരുക്കിയിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കാരണം അവിടുന്ന് വിശ്വസ്തനാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധികളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടില്ല. കർത്താവിന്റെ പ്രവാചകന്മാരും അപ്പസ്തലന്മാരും നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ അവരൊക്കെ കടന്നുപോയാകാത്തതായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയും നിങ്ങൾ കടന്നുപോയിട്ടില്ല. അവർ ഓരോ സാഹചര്യങ്ങളെയും വിജയിച്ച് മുന്നേറിയെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളും പുറത്തു വരും. നിങ്ങളും അതിൽ വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, എന്നും ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിച്ചതുപോലെ കണ്ണുനീരിന്റെ പ്രാർത്ഥനയല്ല നമ്മുടെ ജീവിതത്തിൽ. എന്നും ഒരു ക്രൂശീകരണമല്ല, എന്നും നിശബ്ദതയുടെ ഒരു ശനിയാഴ്ചയല്ല. ദൈവം ഒരുക്കിയ ഒരു ഉത്ഥാനമുണ്ട്, ദൈവം ഒരുക്കിയ ഒരു ഉയർപ്പുണ്ട്. ആ ഉയർപ്പിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നിന്റെ സാഹചര്യങ്ങൾ മാറും, നിന്റെ അവസ്ഥകൾ മാറും. ഇന്ന് ആ ദിവസം എന്ന് വിശ്വസിക്കുക. കർത്താവിന്റെ വചനം 1 Corinthians 10 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനത്തിലൂടെയും പരീക്ഷകളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം ഇന്ന് നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പോക്കുവഴി, ഒരു എക്സംഷൻ, ഒരു വേ ഔട്ട്, അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഉള്ള കരുത്ത് നൽകും. ഒരു വഴിയെ ദൈവം തുറക്കുകയും ചെയ്യും. ദൈവം വിശ്വസ്തനാണ്. അബ്രാഹാം പോയ ഒരവസ്ഥയിലൂടെ നമ്മളാരും കടന്നുപോയിട്ടില്ല. ഇസഹാക്ക് കടന്നുപോയതുപോലത്തെ ഒരവസ്ഥയിലൂടെ നമ്മളാരും കടന്നുപോയിട്ടില്ല. യാക്കോബ് കടന്നുപോയതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ, ജോസഫ് അടിമച്ചന്തയിൽ വിവസ്ത്രനായി നിൽക്കുന്ന ഒരവസ്ഥ, അതുപോലെയൊന്നും നമ്മൾ കടന്നുപോയിട്ടില്ല. നമ്മുടെ കർത്താവ് ഈശോ കാൽവരി മലമുകളിൽ നഗ്നനായി ക്രൂശിക്കപ്പെട്ടു, അല്ലെ? അത്രമാത്രം വേദനകളിലൂടെ കർത്താവ് കടന്നുപോയി. പക്ഷേ കർത്താവിന്റെ ജീവിതം എടുത്തു നോക്കിയാലും, കർത്താവിന്റെ പ്രവാചകന്മാരുടെ അപ്പസ്തോലന്മാരുടെ ജീവിതം എടുത്തു നോക്കിയാലും അവരാരും പരാജയപ്പെട്ടില്ല. അവരുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രലോഭനങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും അവർ വിജയിച്ച് മുന്നേറിയെങ്കിൽ അതേ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം, അതേ അപ്പൻ തന്നെയാണ് നമ്മുടെയും അപ്പൻ. നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളിൽ നിന്ന് അവിടുന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും. ഇന്ന് നീ നേരിടുന്ന പ്രശ്നങ്ങൾ വലിയൊരു സാക്ഷ്യത്തിന് കാരണമായി തരും. നിന്റെ ഉദ്ധാനം അടുത്ത സഹോദരങ്ങളെ, ദൈവം ചില വലിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. അതിന് തടസ്സം നിൽക്കുവാൻ, കർത്താവിന്റെ ഉദ്ധാനത്തെ തടസ്സം ചെയ്യുവാൻ എന്തിനെങ്കിലും കഴിഞ്ഞോ? ആർക്കെങ്കിലും കഴിഞ്ഞോ? ഒന്നിനും കഴിഞ്ഞില്ല. എപ്പോഴും ഓർത്തോളുക, ദൈവത്തിന്റെ നിശബ്ദത അവിടുത്തെ പ്രവർത്തികളെക്കാൾ ാണ്. ഇത് ദൈവം ചില പ്രാർത്ഥനാ വിഷയങ്ങളിൽ, ചില പ്രതിസന്ധികളിൽ ദൈവം നിശബ്ദനായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോളുക, നിശബ്ദതയുടെ ഒരു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കഴിഞ്ഞ് ഉത്ഥാനത്തിന്റെ മഹിമപ്രഭയുടെ വലിയൊരു ശക്തിയുടെ ഉത്ഥാനം ദൈവം ഒരുക്കി വെച്ചിരുന്നു. അത്തരത്തിലൊരു ഉത്ഥാനം നിന്റെ ജീവിതത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ആ ഉത്ഥാനത്തിന്റെ അഭിഷേകം നമ്മൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ പ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷികളായി